ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ബികോം ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ഒരു ക്ലാസ് നമ്മൾ മുമ്പേ ചെയ്തിരുന്നു അല്ലേ. അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്. കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കഴിഞ്ഞ തവണയും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കഴിഞ്ഞ തവണ മുതലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വരെ എന്ത് വന്നു, മോഡലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മോഡലുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇത്, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മോഡൽ, പ്രധാനപ്പെട്ട 5 മോഡലുകൾ പഠിക്കുന്നുണ്ട്. ഈ 5 മോഡലുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് മോഡൽസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ സെപ്പറേറ്റ് ഏതെങ്കിലും മോഡൽ എടുത്തിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓരോന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ബൈഹാർട്ട് പഠിക്കുമെന്ന് വേണ്ട, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയിട്ട് തന്നെ എഴുതാൻ പറ്റും. കാരണം ഓരോ മോഡലും എന്താണെന്നൊരു ഐഡിയ നമുക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്താൽ മതി, സംഭവം എന്താണെന്ന് കൃത്യമായിട്ട് ഓരോ മോഡലും എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് 5 മോഡൽസ്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ 5 മോഡൽസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ തുടങ്ങാം, ക്ലാസ്സിലേക്ക് കടക്കാം. മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ശ്രദ്ധിക്കുക. 5 മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. 1 ആംഗ്ലോ അമേരിക്കൻ മോഡൽ, 2 ജർമ്മൻ മോഡൽ, 3 ജാപ്പാനീസ് മോഡൽ, 4 സോഷ്യൽ കൺട്രോൾ മോഡൽ, 5 ഇന്ത്യൻ മോഡൽ. ഓക്കെ, 5 മോഡൽ ഓർമ്മിക്കുക. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജാപ്പാനീസ് മോഡൽ, സോഷ്യൽ കൺട്രോൾ മോഡൽ, ഇന്ത്യൻ മോഡൽ. ഓക്കെ, ഈ 5 മോഡലുകളിലും എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് വ്യത്യാസം വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓരോന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സമയത്തും നമ്മുടെ മനസ്സിലതുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വൺ ശ്രദ്ധിക്കുക, ആംഗ്ലോ അമേരിക്കൻ മോഡൽ. ആംഗ്ലോ അമേരിക്കൻ മോഡൽ ശ്രദ്ധിക്കുക. അണ്ടർ ദിസ് മോഡൽ ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഈ ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അവകാശത്തിന് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡലാണ് ഇത്, ആംഗ്ലോ അമേരിക്കൻ മോഡൽ. അപ്പോൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, ആർക്ക് പ്രാധാന്യമാണ്? ഷെയർ ഹോൾഡേഴ്സിന് പ്രാധാന്യമാണ്. അണ്ടർ ദിസ് മോഡൽ ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഗിവൺ ഇമ്പോർട്ടൻസ്. They have the right to elect all the members of the board and the board directs the management of the company. അതായത് ഷെയർ ഹോൾഡേഴ്സിനാണ് എന്തിനുള്ള റൈറ്റ് ഉള്ളത്? ദേ ഹാവ് ദ റൈറ്റ് ടു എലക്ട് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ ബോർഡിലെ എല്ലാ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. ആൻഡ് ദ ബോർഡ് ഡയറക്ട്സ് ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ആ ബോർഡാണ് കമ്പനിയുടെ മാനേജ്മെന്റിനെ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും? ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടും. കാരണം ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സാണ് എവിടെ ഉണ്ടാവുക? ബോർഡിൽ ഉണ്ടാവുക. ആ ബോർഡാണ് എന്തിനെ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ എന്തിനെ ഡയറക്റ്റ് ചെയ്യുക? കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ഡയറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ മോഡൽ അനുസരിച്ചിട്ട് ആർക്കാണ് പ്രാതിനിധ്യം അല്ലെങ്കിൽ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സിനാണ്. ഓക്കെ അല്ലേ, അപ്പോൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അണ്ടർ ദിസ് മോഡൽ ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് ഗിവൺ ഇമ്പോർട്ടൻസ്. They have the right to elect all the members of the board and the board directs the management of the company. Okay അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തതാണ് ജർമ്മൻ മോഡൽ. ജർമ്മൻ മോഡൽ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഓൾസോ കോൾഡ് യൂറോപ്യൻ മോഡൽ. ഓക്കെ, ശ്രദ്ധിക്കണേ, ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? യൂറോപ്യൻ മോഡൽ എന്ന് പറയാം. ഓക്കെ, ജർമ്മൻ മോഡൽ അല്ലെങ്കിൽ യൂറോപ്യൻ മോഡൽ. ദിസ് ഈസ് ഓൾസോ കോൾഡ് യൂറോപ്യൻ മോഡൽ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വർക്കേഴ്സ് ആർ വൺ of the key stakeholders. Workers are one of the key stakeholders in the company and they should have a right to participate in the management of the company. അതായത് ഈ മോഡൽ അനുസരിച്ചിട്ട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വർക്കേഴ്സ് ആർ വൺ ഓഫ് ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ആര്? വർക്കേഴ്സ് എന്ന് പറയുന്നു. ആൻഡ് ദേ ഷുഡ് ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? കമ്പനിയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്ന് പറയുന്നു. ഓക്കെ,
ശ്രദ്ധിക്കുക, ദിസ് ഈസ് ഓൾസോ കോൾഡ് യൂറോപ്യൻ മോഡൽ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വർക്കേഴ്സ് ആർ വൺ ഓഫ് ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി ആൻഡ് ദേ ഷുഡ് ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി. അപ്പോൾ ജർമ്മൻ മോഡൽ അല്ലെങ്കിൽ യൂറോപ്യൻ മോഡൽ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, അതിലെന്താണ് പറയുന്നത്? വർക്കേഴ്സ്, ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട പങ്കാളി അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണ്. അപ്പോൾ വർക്കേഴ്സിന് എവിടെ പ്രാധാന്യമുണ്ട്, എവിടെ പ്രാതിനിധ്യം വേണം? കമ്പനിയുടെ മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് ഈ മോഡലിൽ പറയുന്നു. പിന്നെന്താ പറയുന്നത്? ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ടു ബോർഡ്സ് അല്ലെങ്കിൽ ടു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ജർമ്മൻ മോഡലിൽ കോർപ്പറേറ്റ് ഗവേണൻസ് നടത്തിക്കൊണ്ടു പോകുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്നത് 2 ബോർഡിലൂടെയാണ്. അതായത് 2 ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മോഡലിനെ 2 ടയർ മോഡൽ എന്ന് പറയും. ഓക്കെ, നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ബോർഡ്സിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുന്നു? 2 ടയർ മോഡൽ എന്ന് പറയുന്നു. ഓക്കെ, ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ 2 ബോർഡ്സ്. അങ്ങനെയുള്ള ആ 2 ബോർഡുകളാണ്, ഒന്ന് സൂപ്പർവൈസറി ബോർഡും മറ്റൊന്ന് മാനേജ്മെന്റ് ബോർഡും. ഓക്കെ, അങ്ങനെയുള്ള 2 ബോർഡുകളിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഒന്ന് സൂപ്പർവൈസറി ബോർഡ്, മറ്റൊന്ന് മാനേജ്മെന്റ് ബോർഡ്. ഓക്കെ, ഓരോ ബോർഡും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂപ്പർവൈസറി ബോർഡ്, ദ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ദ മെമ്പേഴ്സ് ഓഫ് സൂപ്പർവൈസറി ബോർഡ്. സൂപ്പർവൈസറി ബോർഡിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നവരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. Employees also elect the representative for supervisory board which are generally 1/3 or half of the board. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട്, ഇത് ജർമ്മൻ മോഡൽ അനുസരിച്ചിട്ട് വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിനാണ് പ്രാധാന്യമുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ബോർഡിൽ, അതായത് സൂപ്പർവൈസറി ബോർഡിൻ്റെ 1/3 അല്ലെങ്കിൽ 1/3 ഭാഗം അല്ലെങ്കിൽ പകുതി ഭാഗം ആരായിരിക്കും? എംപ്ലോയീസിനെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കും. ഓക്കെ, എംപ്ലോയീസ് ഓൾസോ എലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ് ഫോർ സൂപ്പർവൈസറി ബോർഡ് വിച്ച് ആർ ജനറലി 1/3 ഓർ ഹാഫ് ഓഫ് ദി ബോർഡ്. ഓക്കെ, അപ്പോൾ സൂപ്പർവൈസറി ബോർഡിനെ എലക്ട് ചെയ്യുന്ന അവരുടെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദ ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ സൂപ്പർവൈസറി ബോർഡ്. എംപ്ലോയീസ് ഓൾസോ എലക്ട് ദർ റെപ്രസെൻറ്റേറ്റീവ്. എംപ്ലോയീസ് അവരുടെ പ്രതിനിധികളെ കൂടെ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്, സൂപ്പർവൈസറി ബോർഡിലേക്ക് തിരഞ്ഞെടുക്കുന്നുണ്ട്. വിച്ച് ആർ ജനറലി 1/3 ഓർ ഹാഫ് ഓഫ് ദി ബോർഡ്. അതെപ്പോഴും എത്രയായിരിക്കും? 1/3, 1/3 ഭാഗം അല്ലെങ്കിൽ പകുതിയോളം എന്തായിരിക്കും? എംപ്ലോയീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രാധാന്യം കൂടുതൽ ആർക്കാണ്? വർക്കേഴ്സിനുണ്ട് എന്നർത്ഥം. ഓക്കെ, രണ്ടാമത്തെ ബോർഡ് മാനേജ്മെന്റ് ബോർഡ്. ഈ സൂപ്പർവൈസറി ബോർഡാണ് മാനേജ്മെന്റ് ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യാം. ദ സൂപ്പർവൈസറി ബോർഡ് അപ്പോയിന്റ്സ് ആൻഡ് മോണിറ്റേഴ്സ് ദ മാനേജ്മെന്റ് ബോർഡ്. അതായത് കൂടുതൽ അധികാരം ആർക്കാണ്? സൂപ്പർവൈസറി ബോർഡിനാണ്. ദ സൂപ്പർവൈസറി ബോർഡ് ഹാസ് ദ റൈറ്റ് ടു ഡിസ്മിസ് ദ മാനേജ്മെന്റ് ബോർഡ്. Supervisory board has the right to dismiss the management board and reconstitute the same. അതായത് സൂപ്പർവൈസറി ബോർഡിന് എന്തിനുള്ള അധികാരമുണ്ട്? ബോർഡിനെ വേണ്ടി വന്നാൽ ഡിസ്മിസ് ചെയ്യുവാനും അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജർമ്മൻ മോഡലാണ്. ജർമ്മൻ മോഡൽ അനുസരിച്ചിട്ട് ആർക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്? ആർക്കാണ് പ്രാധാന്യം? ഒരു കമ്പനിയുടെ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് വർക്കേഴ്സ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം? മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേഷൻ വേണമെന്നും പറയുന്ന മോഡൽ, അല്ലെങ്കിൽ അങ്ങനെ പാർട്ടിസിപ്പേഷൻ കൊടുക്കുകയും ചെയ്യുന്ന മോഡലാണ് ഇത് ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത്. ജർമ്മൻ മോഡൽ അനുസരിച്ചിട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് 2 ബോർഡിലൂടെയാണ്. ഒന്ന് സൂപ്പർവൈസറി ബോർഡും മറ്റൊന്ന് മാനേജ്മെന്റ് ബോർഡും. സൂപ്പർവൈസറി ബോർഡിൽ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്, അല്ലെങ്കിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. എംപ്ലോയീസ് അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ കൂടെ എവിടത്തേക്ക് എലക്ട് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസറി ബോർഡിലേക്ക് എലക്ട് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും ബോർഡിൻ്റെ 1/3 ഭാഗം അല്ലെങ്കിൽ ഹാഫ് ആയിരിക്കാം. പിന്നെ മാനേജ്മെന്റ് ബോർഡ് ഈ സൂപ്പർവൈസറി ബോർഡാണ് മാനേജ്മെന്റ് ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത്. സൂപ്പർവൈസറി ബോർഡിന് എന്തിനുള്ള അധികാരം കൂടെയുണ്ട്? മാനേജ്മെന്റ് ബോർഡിനെ വേണമെങ്കിൽ ഡിസ്മിസ് ചെയ്യുവാനും അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനുമുള്ള അവകാശം കൂടെ ആർക്കുണ്ട്? സൂപ്പർവൈസറി ബോർഡിനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ജർമ്മൻ മോഡൽ. നെക്സ്റ്റ് അടുത്തതാണ് ജാപ്പാനീസ് മോഡൽ. Japanese companies raise significant part of capital through banks and other financial institutions. അതായത് ജാപ്പാനീസ് കമ്പനികൾ അവരുടെ ക്യാപിറ്റലിൻ്റെ പ്രധാന ഭാഗവും കണ്ടെത്തുക എന്ന് പറയുന്നത് ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമാണ്. The banks and other institutions stakes are very high in business
ആൻഡ് ദേ ഓൾസോ വർക്ക് ക്ലോസ്ലി വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ ദ ബാങ്ക്സ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേക്ക് എന്ന് വെച്ചാൽ പങ്കാളിത്തം, ബാങ്കുകളുടെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ് ജപ്പാനീസ് കമ്പനികളിൽ. ആൻഡ് ദേ ഓൾസോ വർക്ക് ക്ലോസ്ലി വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അവർ മാനേജ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, അത്ര ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. The shareholders and the main banks together appoint the board of directors and the president. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സും പ്രധാനപ്പെട്ട ബാങ്കുകളും കൂടി ചേർന്നാണ് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും പ്രസിഡന്റിനെയും എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് മോഡൽ along with the shareholders the interest of the lenders is recognized. അതായത് ഈ മോഡൽ, ജാപ്പാനീസ് മോഡലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാങ്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിൻ്റെ കൂടെ ആരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കും അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ട്, ലെൻഡേഴ്സ് അതായത് ബാങ്കുകളുടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ താല്പര്യം കൂടി സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പം ജാപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത്, ജാപ്പാനീസ് മോഡൽ അവരുടെ ജാപ്പാനീസ് കമ്പനികൾ അവരുടെ ക്യാപിറ്റൽ കണ്ടെത്തുന്നത് മെയിനായിട്ടും ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനികളിൽ ഇങ്ങനെ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കുമുള്ള പങ്കാളിത്തം എന്താണ്, വളരെ വലുതുമാണ്. അവർ മാനേജ്മെൻറ്റുമായിട്ട് അത്ര ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും പ്രസിഡന്റിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സും പ്രധാനപ്പെട്ട ബാങ്കുകളും കൂടി ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മോഡലിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ താല്പര്യം മാത്രമല്ല ബാങ്കുകളുടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലെൻഡേഴ്സിൻ്റെ താല്പര്യം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തതാണ് സോഷ്യൽ കൺട്രോൾ മോഡൽ. This model of corporate governance argues for full-fledged stakeholders representation in the board. അതായത് ഈ ഒരു മോഡൽ എന്താ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, മുഴുവൻ പങ്കാളിത്തം അല്ലെങ്കിൽ ഫുൾ ഫ്ലെഡ്ജഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി ബോർഡിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലേ പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഫുൾ പാർട്ടിസിപ്പേഷൻ, ഫുൾ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഷെയർ ഹോൾഡേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ പങ്കാളികളും, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ പങ്കാളികളെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള മൊത്തം പങ്കാളികൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവരുടെ മുഴുവൻ പങ്കാളിത്തം ബോർഡിൽ ഉണ്ടാവുന്ന ഒരു മോഡലാണ് ഇത് സോഷ്യൽ കൺട്രോൾ മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഫോക്കസ് ഓൺ ദ ക്രിയേഷൻ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോർഡ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ബോർഡിന് പുറമെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ബോർഡ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോൾ മോഡൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഫ്രം ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രതിനിധികൾ ഉണ്ടാവും, എംപ്ലോയീസിൻ്റെ ഉണ്ടാവും, മേജർ കൺസ്യൂമേഴ്സ് ഉണ്ടാവും, മേജർ സപ്ലയേഴ്സ് ഉണ്ടാവും, ലെൻഡേഴ്സ് ബാങ്കുകളോ സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോർഡിൽ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സോഷ്യൽ കൺട്രോൾ മോഡൽ. ദിസ് മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആർഗ്യൂസ് ഫോർ ഫുൾ ഫ്ലെഡ്ജഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെപ്രസെൻറ്റേഷൻ ഇൻ ദി ബോർഡ്. This model focuses on the creation of stakeholders board. It consists of representation from shareholders, employees, major consumers, major suppliers, lenders, etc. Okay, next last one ആണ് Indian model. In India, there are mainly 3 types of companies. ഇന്ത്യയിൽ പ്രധാനമായും 3 തരത്തിലുള്ള കമ്പനികളാണ്. ഒന്ന് പ്രൈവറ്റ് കമ്പനീസ്, പബ്ലിക് കമ്പനീസ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇന്ത്യയിൽ 3 തരത്തിലുള്ള കമ്പനികളാണ്, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഈച്ച് ഓഫ് ദീസ് കമ്പനീസ് ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഓരോ കമ്പനിയും സംബന്ധിച്ചും അവരുടെ ഷെയർ ഹോൾഡിംഗ് രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ദ കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ ഇൻ ഇന്ത്യ ഈസ് എ മിക്സ് ഓഫ് ആംഗ്ലോ അമേരിക്കൻ ആൻഡ് ജർമ്മൻ മോഡൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ എന്ന് പറയുന്നത് ഏത് രണ്ടിൻ്റെ മിക്സാണ്, ആംഗ്ലോ അമേരിക്കൻ്റെയും ജർമ്മൻ മോഡലിൻ്റെയും മിക്സാണ്. ആംഗ്ലോ അമേരിക്കൻ ആൻഡ് ജർമ്മൻ മോഡൽസ്. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇൻ ഇന്ത്യ ദർ ആർ മെയിൻലി 3 types of companies: private companies, public companies and public sector undertakings. Each of these companies has distinct kind of shareholding pattern. Thus, the corporate governance model in India is a mix of Anglo-American and German models. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, 5 മോഡലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജപ്പാനീസ് മോഡൽ, സോഷ്യൽ കൺട്രോൾ മോഡൽ, ഇന്ത്യൻ മോഡൽ. ഓക്കെ, ഈ 5 മോഡലുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ചെറിയ രീതിയിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഏത് മോഡൽ വന്നാലും, മുഴുവൻ മോഡൽ വന്നോട്ടെ, ഏതെങ്കിലും ഓരോ മോഡൽ ചോദിച്ചോട്ടെ,
ഇനി ഒരു മോഡൽ മാത്രമാണല്ലോ ചോദിക്കുക, അതങ്ങ് വിട്ടാൽ പോരെന്നൊന്നും വിചാരിക്കുന്നു വേണ്ട. കൃത്യമായിട്ട് നമുക്ക് ചെറിയ മാർക്കാണെങ്കിൽ അത്രയും പ്രാധാന്യമുണ്ട് ഓരോ മാർക്കിന്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് മിക്കപ്പോഴും ഫെയിലാവുന്നത് ചിലപ്പോൾ 2-3 മാർക്കിനാണ്. അപ്പോഴാണ് നമുക്ക് 1 മാർക്കിൻ്റെ കൂടെ വില മനസ്സിലാവുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, ഏത് മോഡൽ വന്നാലും അറ്റൻഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, അറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.